നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജൂലൈ മാസത്തെ ഉത്രാട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉത്രാട നക്ഷത്രത്തിൽ ആദ്യത്തെ 15 നാഴിക വരുന്നത് ധനുവിലാണ്. അപ്പോൾ ധനുവിൽ ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴ അഷ്ടമത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് അഷ്ടമേ ഹരതോപാരിന മനസ്സറിയാത്ത കാര്യങ്ങൾ, തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ പഞ്ചമഹാപുരുഷത്തിലെ ഭദ്രായോഗം ചെയ്തിട്ട് 7ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നത് കാരണം ദാമ്പത്യ സുഖം അനുഭവിക്കാനും ഭാര്യ കുടുംബക്കാരിൽ നിന്നും ഭാര്യയിൽ നിന്നും അനുകൂലമായ ഗുണങ്ങൾ അനുഭവിക്കാനും യോഗമുണ്ട്. അതേപോലെ തന്നെ ഇഷ്ടസ്ഥാനത്താണ് 5ാം ഭാവാധിപതി നിൽക്കുന്നത്. അപ്പം മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. കളത്രകാരകനായിരിക്കുന്ന ശുക്രൻ ഭാഗ്യസ്ഥാനത്താണ്. അപ്പോൾ ഭാര്യയെ കൊണ്ട് ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗവും എല്ലാ ഭൗതികമായ സുഖങ്ങളും അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അതേപോലെ വീട് വിട്ട് നിൽക്കാനാണ് യോഗം. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക. വിദേശത്തൊക്കെ പോകണം എന്ന് വിചാരിച്ചാൽ അതിന് യോഗമുള്ള സമയമാണ്. വീട് വിട്ട് അന്യദേശത്ത് നിന്ന് തൊഴിലെടുക്കാൻ യോഗമുണ്ട്. കർമാധിപതി ബലവാനായതുകൊണ്ട് തൊഴിൽ നല്ല അഭിവൃദ്ധി ഉയർച്ച ഉണ്ടാകും. പക്ഷേ ദൈവാധീനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്യണം. അതിനോടൊപ്പം തന്നെ ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്യണം. എന്നാൽ അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഗുണഫലമാണ്. 7ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവാധീനം നല്ല രീതിയിലുണ്ട്. ദൈവാധീനം ഉള്ളത് കാരണം ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വിജയം ഉണ്ടാകും. കർമാധിപതി അഷ്ടമത്തിലായത് കാരണം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും കാണുന്നുണ്ട്. അത് ഘടകാരകനായിരിക്കുന്ന കേതുവിനോട് ചേർന്ന് നിൽക്കുന്നതാണ് തൊഴിൽ നഷ്ടപ്പെടുക, അല്ലെ തൊഴിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ ഉണ്ടാകുക. ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കാൻ ഇടവരെ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ദൈവാധീനം ഉണ്ടെങ്കിലും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അത്ര ഗുണം പറഞ്ഞുകൂടാ. പക്ഷേ 7ാം ഭാവത്തിൽ വ്യാഴമാണ് നിൽക്കുന്നത്. ആ വ്യാഴം 7ൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നല്ല സഹായങ്ങൾ ഭാര്യയിൽ നിന്നും ഭാര്യ കുടുംബക്കാരിൽ നിന്നും കിട്ടാനുള്ള യോഗമുണ്ട്. അതേപോലെ തന്നെ ശത്രുസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്ന ബുധൻ ദൈവാധീനം ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങളെ ഒക്കെ നശിപ്പിക്കുകയും ശത്രുദോഷം പോലെയുള്ള ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. ലഗ്നാധിപതി സഹായ സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ വിദേശത്ത് പോകാനായിട്ട് സാധിക്കും. ഇഷ്ടസ്ഥാനത്ത് ലഗ്നാധിപതി നിൽക്കുന്നത് കാരണം കൊണ്ട് തന്നെ വിദേശയാത്ര, വീട് വിട്ട് നിന്ന് തൊഴിലെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അതൊക്കെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലാവസ്ഥയുണ്ട് എന്ന് മാത്രമാണ്. പക്ഷെ ആത്മവിശ്വാസക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ, ദാമ്പത്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, ഇതിനും യോഗമുണ്ട്. ആജ്ഞാഗ്രഹമായിരിക്കുന്ന സൂര്യൻ ഈ പറഞ്ഞ 7ൽ നിൽക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ, ശിവക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ചെയ്യണം. അതിനോടൊപ്പം തന്നെ ദേവീ ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി, നെയ്വിളക്ക്, നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജ, ശനിപൂജ, രാഹുപൂജ എന്നീ പൂജകളൊക്കെ ചെയ്യുകയും നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാകുകയും ചെയ്താൽ വലിയ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മാസത്തിൽ സാധിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.